ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 24. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 24. ഈ ലോകത്തിൽ അവനെന്നും ഇവനെന്നും നാം കരുതി പോരാറുള്ളതൊക്കെ ചിന്തിച്ചു നോക്കിയാൽ സകലതിനും ആദി കാരണമായിരിക്കുന്ന ഒരേ ആത്മസത്യത്തിന്റെ രൂപഭേദങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം സുഖത്തിനു വേണ്ടി ചെയ്യാറുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് കൂടി സുഖം വരുത്തുന്നവയായിരിക്കണം. ഒരേ ഒരു ആത്മസത്തയാണ് സർവചരാചരങ്ങളിലും സത്യമായിരിക്കുന്നതെന്ന അനുഭവബോധമായിരിക്കണം ഒരു മനുഷ്യനെ ഉദാത്തമാക്കേണ്ടത്. അങ്ങനെ ഒരുവൻ തൻ്റെ സുഖത്തിനായി പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും സുഖത്തിന് കാരണമായി ഭവിക്കുന്നു. ഇവിടെ ആരും നമ്മിൽ നിന്ന് അന്യരല്ല. വ്യാവഹാരിക നിർണയത്തിനു വേണ്ടി മാത്രം അവൻ ഇവൻ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഗുരു അപരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപരൻ എന്നാൽ പരനല്ലാത്തവൻ. പ്രത്യക്ഷത്തിൽ വേറെയാണെങ്കിലും പരമാർത്ഥത്തിൽ തന്നിൽ നിന്നും വേറെയല്ലാത്തവൻ. ഇക്കാര്യം നല്ലവണ്ണം മനനം ചെയ്ത് ഉറപ്പിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ലോകത്തിൽ ശാന്തിക്കു വേണ്ടി മുറവിളി കൂട്ടേണ്ട ആവശ്യമില്ല. ശാന്തി സ്വാഭാവികമായി വന്നു ചേർന്നുകൊള്ളും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.